പരിശുദ്ധമായ ദുൽഖഅദ മാസം വിട പറയാൻ പോകുന്നു. പരിപാവനമായ ദുൽഹിജ്ജ കടന്നു വരുന്നു. ഈ ഒരു അസുലഭ മുഹൂർത്തത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം നമ്മിൽ ബാക്കി നിൽക്കെ ഒരു മനുഷ്യൻ ഈ ദുൽഖഅദ മാസം അവസാനിക്കാൻ പോകുന്ന, ദുൽഹിജ്ജ മാസം കടന്നു വരാൻ പോകുന്ന സമയത്ത് ഒരു നന്മ ചെയ്താൽ, ഇനി പറയാൻ പോകുന്ന ഒരു നന്മ ചെയ്താൽ 14 വമ്പൻ പ്രതിഫലങ്ങൾ അല്ലാഹു നൽകും. അതോടൊപ്പം തന്നെ 100 ശുഹദാക്കളുടെ പ്രതിഫലം, ഒരു ശുഹദായിന് തന്നെ വലിയ പ്രതിഫലമാണ്. 100 ശുഹദാക്കളുടെ രക്തസാക്ഷികളുടെ പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്നാണ്. ഏതാണ് ആ അമൽ, എന്തൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ, വിശദമായി കേൾക്കാം. പല ആളുകളും ചോദിക്കുന്നു, ഉസ്താദെ ഈ 2023 ബലിപെരുന്നാൾ എന്നാണ്, ഏത് ഡേറ്റിനായിരിക്കും? നമ്മളൊക്കെ എല്ലാ വർഷവും ഉളുഹിയ്യത്ത് അറുക്കുന്നവരാണ്. പല ആളുകളും എല്ലാ വർഷവും സ്ഥിരമായി അറുക്കുന്നവരുണ്ട്, ഇടവിട്ടറുക്കുന്നവരുണ്ട്. ഉളുഹിയ്യത്ത് അറുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. ഏതാണ് ആ കാര്യം? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സുന്നത്ത് പിൻപറ്റാൻ സാധിച്ചാൽ അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. ഇനി പറയാൻ പോകുന്ന ഒരു നന്മ, ആ നന്മ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ഒരു നന്മയാണ്. ആ നന്മ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും രക്ഷപ്പെട്ടു. ഈ ഒരു നന്മ ചെയ്താൽ ആഖിറം ജയിച്ചു, സ്വർഗത്തിലേക്ക് വേഗത്തിൽ കടക്കാം. ഇബ്രാഹിം നബിയുടെ സുന്നത്ത് ഏതാണെന്ന് കേൾക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരണമെന്നും നമുക്കൊന്ന് കേട്ടുവരാം. അത് ചെയ്താൽ കിട്ടുന്ന 14 പ്രതിഫലങ്ങൾ വിശദമായി കേൾക്കാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ ദുൽഖഅദ മാസം വിട പറയാൻ ഒരുങ്ങുകയാണ്. ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് ആഗതമാവാൻ പോകുന്നു. ഈ ഒരു സമയത്ത് പല ആളുകളും ചോദിച്ചു, ഉസ്താദെ 2023 ദുൽഹിജ്ജ മാസം 1 എന്നാണ്, ഇപ്പോൾ ദുൽഖഅദ തീരാൻ പോകുന്നു, ദുൽഹിജ്ജ 1 എന്നാണ് എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. 2023 ദുൽഹിജ്ജ മാസം, ഇതിപ്പോൾ നമ്മളുള്ളത് ഇന്ന് ജൂൺ മാസം 16-ാം തീയതി വെള്ളിയാഴ്ചയാണ്. അതായത് ദുൽഖഅദ മാസം 27-ാം തീയതി. നാളെ 17-ാം തീയതി ശനിയാഴ്ച ദുൽഖഅദ മാസം 28-ആണ്. മറ്റന്നാൾ ഞായറാഴ്ച 18-ാം തീയതി ദുൽഖഅദ മാസം 29-ആണ്. അപ്പോൾ 18-ാം തീയതി ഞായറാഴ്ച ദുൽഖഅദ മാസം 29-ആണ്. അന്ന് മഗ്രിബോടുകൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ പിറ്റേന്ന് 19-ാം തീയതി തിങ്കളാഴ്ച പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം 1 ഇനി 18-ാം തീയതി ഞായറാഴ്ച, അതായത് ദുൽഖഅദ മാസം 29-ാം തീയതി ആ പിറ കണ്ടില്ല എങ്കിൽ 19-ാം തീയതി തിങ്കളാഴ്ച ദുൽഖഅദ മാസം 30 പൂർത്തിയാക്കി 20-ാം തീയതി ചൊവ്വാഴ്ച ദുൽഹിജ്ജ മാസം 1 അപ്പോൾ ഒന്നുകിൽ ദുൽഹിജ്ജ മാസം തിങ്കളാഴ്ചയാവാം, അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാവാം. അത് നിലാവ് കാണുന്നതിനനുസരിച്ചാണ് ഇൻഷാ അല്ലാഹ് വരിക. അപ്പോൾ എന്ന് തന്നെയാണെങ്കിലും ഇപ്പോഴേ നമ്മൾ കരുതിയിരിക്കുക, ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അമൽ, ആ അമലിന് കിട്ടുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ, അതാണ് ഈ വീഡിയോയിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ചില ആളുകൾ ഒരു സംശയം ചോദിക്കും, ഉസ്താദെ അങ്ങനെയാണെങ്കിൽ ബലിപെരുന്നാൾ, ഈ 2023 ബലിപെരുന്നാൾ എന്നാണ്? ബലിപെരുന്നാൾ അതായത് ദുൽഹിജ്ജ മാസം ഈ വരുന്ന തിങ്കളാഴ്ചയാണ് 1 ബലിപെരുന്നാൾ വരുന്നത് ഈ മാസം ജൂൺ മാസം 28-ാം തീയതി ബുധനാഴ്ച ആയിരിക്കും. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ദുൽഹിജ്ജ 10-നാണ് പെരുന്നാളെന്ന്. ഇനി ദുൽഖഅദ മാസം 30 പൂർത്തിയാവുകയാണെങ്കിൽ, അതായത് ചൊവ്വാഴ്ചയാണ് ദുൽഹിജ്ജ 1 പെരുന്നാൾ, ബലിപെരുന്നാൾ വരുന്നത് 29-ാം തീയതി വ്യാഴാഴ്ച ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒന്നുകിൽ ബലിപെരുന്നാൾ 2023 ബലിപെരുന്നാൾ ഈ മാസം, ഈ ജൂൺ മാസം 28-നോ അല്ലെങ്കിൽ 29, 28 ബുധനാഴ്ച, 29 വ്യാഴാഴ്ച, ഈ ഏതെങ്കിലും ഒരു ഡേറ്റിന് ആയിരിക്കും. അത് നമുക്ക് കൃത്യമായി ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് ദുൽഹിജ്ജ എന്നാണെന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ, പിറ കണ്ടാൽ മാത്രമേ നമുക്ക് അത് കൃത്യമായി പറയാൻ പറ്റൂ. അപ്പോൾ കരുതിയിരിക്കുക, എല്ലാവരും ഇബാദത്തുകളിൽ വളരെയധികം ജാഗ്രതയോടെ
കരുതിയിരിക്കുക. കാരണം ഏറ്റവും ശ്രേഷ്ഠമുള്ള 10 ദിവസങ്ങൾ നമ്മളിലേക്ക് ഇതാ കടന്നു വരാൻ പോകുന്നു. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള അതിശ്രേഷ്ഠമായ ദിവസങ്ങൾ. ഇൻഷാ അല്ലാഹ് ആ ദിവസത്തിൽ ചെയ്യേണ്ട അമലുകൾ ഏതൊക്കെയാണ്, ആ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ് പറയേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങൾ വരുന്ന വീഡിയോകളിൽ നമുക്ക് സംസാരിക്കാം. ഇന്ന് ഈ ദുൽഖഅദ മാസം വിട പറയാൻ ഒരുങ്ങുകയും ദുൽഹിജ്ജ മാസം കടന്നു വരികയും ചെയ്യുന്ന ഈ ഒരു അസുലഭ മുഹൂർത്തത്തിൽ ഒരു നന്മ ചെയ്താൽ അള്ളാഹു നമുക്ക് നൽകുന്നത് 14 വമ്പൻ പ്രതിഫലങ്ങളാണ്. 14 വമ്പൻ പ്രതിഫലങ്ങൾ തീർന്നില്ല. അതോടൊപ്പം തന്നെ പ്ലസ് 100 ശുഹദാക്കളുടെ 100 രക്തസാക്ഷികളുടെ പ്രതിഫലവും അള്ളാഹു നൽകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ അമൽ, എന്തൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ? ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുമ്പ് നമ്മളൊക്കെ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ജനനം മുതൽ മരണം വരെ, അല്ല മരണത്തിന് ശേഷവും യാത്ര ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ പിതാവിൻ്റെ മുതുകിൽ ബീജത്തുള്ളിയായി യാത്ര ചെയ്തവരാണ്. അതിനുശേഷം നമ്മുടെ മാതാവിൻ്റെ വയറ്റിൽ ഉദരത്തിൽ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 സെക്കൻഡും നമ്മൾ യാത്രയിലായിരുന്നു. അങ്ങനെ നമ്മൾ പ്രസവിക്കപ്പെട്ടു. ആ പ്രസവിക്കപ്പെട്ട് നമ്മളെ മുലപ്പാല് തരുന്ന പ്രായത്തിൽ നമ്മളെ ഒക്കത്തിരുത്തി, നമ്മളെ തോളത്തിരുത്തി നമ്മുടെ ഉമ്മയും വാപ്പയും അതുപോലെ നമ്മളെ ബന്ധുമിത്രാദികൾ നമ്മെ ചുമന്നുകൊണ്ട് നടന്നവരാണ്. അവരുടെ തോളിലും എളിയിലുമായി നമ്മൾ യാത്ര ചെയ്തവരാണ്. അതിനുശേഷം നമുക്ക് തിരിച്ചറിവുണ്ടായി, ആരോഗ്യമുണ്ടായി, കൗമാരപ്രായം, യൗവനപ്രായം. ആ സമയത്തൊക്കെ നമ്മൾ സൈക്കിളിലും അതുപോലെ ബൈക്കിലും കാറിലും മറ്റ് ബസ്സിലും മറ്റ് വാഹനങ്ങളിൽ, ഫ്ലൈറ്റിൽ അതുപോലെ ട്രെയിനിൽ ഒക്കെ നമ്മൾ യാത്ര ചെയ്തവരാണ്. അതിനുശേഷം ഇനി നമ്മളൊരു യാത്ര ചെയ്യാനുണ്ട്. അത് നമ്മുടെ മരണത്തോടൊപ്പമാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കട്ടിൽ അതിൽ കെടുത്തിയിട്ട് നമ്മളെ വീട്ടിൽ നിന്നും നമ്മുടെ പള്ളിയിലേക്ക്, മഹല്ലത്ത് പള്ളിയിലേക്ക് നമ്മളെ ഖബറടക്കാൻ കൊണ്ടുവരുന്ന ആ ഒരു യാത്രയുണ്ട്. അപ്പോൾ ഇത് ദുന്യാവിലെ യാത്രയാണ്. ഈ യാത്ര അവസാനിച്ചിട്ട് മറ്റൊരു യാത്രയുണ്ട് നമുക്ക്. ആ യാത്ര ഏതെന്നറിയോ? അത് നമ്മളെല്ലാവരും മരിച്ച് ഖബറിൽ കിടന്ന് ഖിയാമത്ത് നാളൊക്കെ സംഭവിച്ച് ആഖിറത്തിൽ വിചാരണയ്ക്ക് വേണ്ടി എല്ലാവരും എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ അടക്കം ചെയ്യപ്പെട്ടത് അവിടെ നിന്നും നമ്മൾ പോകുന്നു അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറയിലേക്ക് പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ അടുക്കൽ ഒരു വാഹനം വരും. ആ വാഹനം വന്നിട്ട് ആ വാഹനം ഇവനോട് പറയും, ഏയ് നമുക്ക് പോവണ്ടേ, എങ്ങോട്ട്? വിചാരണയ്ക്ക് വേണ്ടി പോവണ്ടേ, അതുകൊണ്ട് എൻ്റെ മുകളിൽ, എൻ്റെ പുറത്ത് കയറിക്കോ, ഞാൻ നിന്നെ കൊണ്ടുപോവാം, ഒരു പേടിയും വേണ്ട, ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്ന് പറയുകയും ആ മൃഗത്തിൻ്റെ പുറത്ത് കയറി ഇവൻ യാത്ര ചെയ്യുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ മൃഗം? ഇവിടെ 2 അഭിപ്രായങ്ങളാണ് മഹാന്മാർ പറയുന്നത്. ഒന്നാമത്തേത്, അത് അവൻ ചെയ്യുന്ന സ്വാലിഹായ നല്ല കർമ്മങ്ങളാണ്. അതൊരു വാഹനത്തിൻ്റെ രൂപത്തിൽ വന്ന് അതിൽ കയറിയിട്ട് അവൻ മഹ്ശറയിലേക്ക് പോകും. രണ്ടാമത് പറയുന്നു, ഇതാണ് ഏറ്റവും അസഹായ അഭിപ്രായം, ഏറ്റവും റാജിഹായ, ഏറ്റവും ബലമുള്ള അഭിപ്രായം ഇതാണ്. അത് അവൻ അറുത്ത ഉദ്ഹിയ്യത്ത് മൃഗങ്ങളാണ്. അവൻ ചേർന്ന ഉദ്ഹിയ്യത്ത് മൃഗങ്ങളാണ്. ആ മൃഗം അവിടെ വന്ന് നിന്ന് അവനെയും കയറ്റിക്കൊണ്ട് വേഗത്തിൽ ആ മൃഗം പോകും എങ്ങോട്ട്? മഹ്ശറയിലേക്ക്. എന്നിട്ട് ആ മൃഗം തന്നെ ഇവനിക്ക് അനുകൂലമായി സാക്ഷി പറയുമെന്നെല്ലാം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത് ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഈ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് ഒരു മനുഷ്യൻ ഉദ്ഹിയ്യത്ത് അറുത്താൽ ഈ വർഷം, ഈ 2023 എന്ന വർഷം, ഇനി വരുന്ന 2024, 2025, കഴിഞ്ഞുപോയ 2022, 21, 20, 19, 18 ഈ വർഷങ്ങളിലൊക്കെ നമ്മൾ ഉദ്ഹിയ്യത്ത് അറുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഷെയർ ചേർന്ന് ഒരു 8,900 രൂപ അല്ലെങ്കിൽ 9,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ നമ്മളൊരു ഷെയർ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന വമ്പൻ 14 പ്രതിഫലങ്ങളും അതോടൊപ്പം തന്നെ 100 ശുഹദാക്കളുടെ 100 രക്തസാക്ഷികളുടെ പ്രതിഫലവുമാണ് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ കാന ലഹു സഅത്തുൻ, ഒരു മനുഷ്യന് കാശുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്,
വലം യുളഹി, അവൻ എന്നിട്ട് ഉദ്ഹിയത്ത് അറുത്തില്ല എങ്കിൽ ഫൽ യഖ്റബന്ന മുസല്ലാന, അവൻ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരണ്ട എന്നാണ്. അപ്പം അത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ ഉദ്ഹിയത്ത് എന്ന് പറഞ്ഞാൽ. പല ആളുകളും മടിച്ചു നിൽക്കുന്നു, ഞങ്ങളൊക്കെ കഴിഞ്ഞ വർഷം അറുത്തതാണ്, അതുകൊണ്ട് ഈ വർഷം അറുക്കുന്നില്ല. അങ്ങനെയല്ല, നമ്മൾ ഈ വർഷവും കഴിയുമെങ്കിൽ നമ്മൾ അറുക്കുക. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മ വാപ്പ അതുപോലെ ഭാര്യ സന്താനം അവരെ നിയത്താക്കി അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ ഒന്നാമതായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ദുൽഖഅദ മാസം അവസാനിക്കാൻ പോകുന്ന ഈ സമയത്ത്, ദുൽഹിജ്ജ മാസം കടന്നു വരുന്ന ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരൊറ്റ അമൽ, അത് ഏതാണ്? ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ട അമലാണ്. അപ്പോൾ പല ആളുകളും ചോദിക്കും, ഉസ്താദേ ഇപ്പോൾ ഇത്രയും സമയമായില്ലേ, ഇനി ഞങ്ങൾക്ക് ഉദ്ഹിയത്തിലൊക്കെ ചേരാൻ പറ്റുമോ? ഇനി ഞങ്ങൾക്ക് ഷെയർ ചേരാൻ പറ്റുമോ? പറ്റും, ഇനിയും ചേരാം. അതായത് എന്നാണോ നമ്മൾ ഉദ്ഹിയത്ത് അറുക്കുന്നത് അതിനു മുമ്പ് നമ്മൾ കരുതിയാൽ, നിയ്യത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ ഷെയർ ചേർന്നാൽ മതി, അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ മനസ്സിൽ കരുതിയാൽ മതി, ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ഹിയത്ത് അറുക്കുന്നു, അല്ലെങ്കിൽ അതിന് ഞാൻ ഷെയർ ചേരുന്നു എന്ന് കരുതിയാൽ മതി. അപ്പോൾ ടൈം കഴിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ബന്ധപ്പെടുക, നമ്മുടെ പരിചയത്തിലുള്ള ആളുകളുമായിട്ട് ചോദിക്കുക, എനിക്കൊരു ഷെയർ ചേരാൻ താല്പര്യമുണ്ട്, എങ്ങനെയാണ് ചേരേണ്ടത്? അല്ലെങ്കിൽ നമ്മുടെ മഹല്ലത്ത് പള്ളിയിലേക്ക് ചോദിക്കുക, ഒരു ഷെയർ ചേരാൻ എത്ര രൂപയാകും? എനിക്കും താല്പര്യമുണ്ട്. ഒരു 8,000 രൂപ, കുറഞ്ഞത് 7,000, കൂടിയത് 10,000 നമ്മുടെ സമ്പത്ത് ഉണ്ട് എങ്കിൽ, നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ അത് പിടിച്ചു വെച്ച്, അത് പിശുക്കി വെച്ചാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് നമ്മൾ അത് പിഴയായിട്ട് അടയ്ക്കേണ്ടി വരും. അള്ളാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് കയ്യിൽ പൈസ ഉള്ളവരെ അതെന്ത് ചെയ്യുക? ഈ പ്രാവശ്യം നമ്മൾ നല്ല നിയ്യത്തിൽ ഒരു ഷെയർ എങ്കിലും നമ്മൾ ചേരാൻ പ്രത്യേകം മനസ്സിൽ കരുതുക. ഇനി ഉദ്ഹിയത്ത് അറുക്കുന്ന ഒരു മനുഷ്യൻ, ഈ വർഷം ഉദ്ഹിയത്ത് അറുക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉദ്ഹിയത്ത് അറുത്ത, അല്ലെങ്കിൽ ഏതൊക്കെ വർഷത്തിലാണോ ഉദ്ഹിയത്ത് ഒരു മനുഷ്യൻ അറുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഷെയർ ചേർന്നിട്ടുള്ളത്, അയാൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുകയാണ്, അവനെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന മൃഗമാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഹദീസ് ആദ്യം പറഞ്ഞു, അതായത് ഒരു മനുഷ്യൻ മരണപ്പെട്ട് അവൻ ആഖിറത്തിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി അവൻ്റെ ഖബറിൽ നിന്നും എഴുന്നേൽക്കുന്ന സമയത്ത്, ഖബറിൽ നിന്ന് എഴുന്നേൽക്കും, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച സമയത്ത് എങ്ങനെയായിരുന്നു അതേ രൂപത്തിലായിരിക്കും, ഒരു നൂൽ ബന്ധം പോലും ഉണ്ടാവില്ല. ആ സമയത്ത് ആ മൃഗം വരും, മൃഗം വന്നിട്ട് പറയും, എൻ്റെ പുറത്ത് നീ കയറിക്കോ, കാരണം നീ എന്നെ ഉദ്ഹിയത്തായിട്ട് അറുത്ത മൃഗമാണ് ഞാൻ. എന്നിട്ട് ആ മൃഗത്തിൻ്റെ പുറത്ത് കയറി ഇവൻ പോകുമെന്നാണ്, മഹ്ശറയിലേക്ക് പോകും. അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്ന് ഈ മൃഗം അനുകൂലമായി ഇവനിക്ക് സാക്ഷി പറയുമെന്നാണ്. അള്ളാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ ഈ വർഷം ഉദ്ഹിയത്ത് അറുക്കുന്നവർക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അവനിക്ക് സ്വർഗത്തിലേക്ക് പോവാനുള്ള വാഹനമാണത്. ഇനി രണ്ടാമതായി മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ചില വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ മഹാനവറുകളുടെ ചില ഉദ്ധരണികളായിട്ട് പറയുന്നു, ഒരു മനുഷ്യൻ ഉദ്ഹിയത്ത് അറുക്കാൻ വേണ്ടി ഒരു മൃഗത്തെ വാങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ആ മൃഗത്തിന് ഷെയർ ചേരാൻ വേണ്ടി പൈസ കൊടുക്കാൻ പോകുന്നു. അവൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവൻ്റെ സ്ഥാപനത്തിൽ നിന്നോ അവൻ ഇറങ്ങി ഏതാണോ അവൻ ചെല്ലുന്ന സ്ഥലം, അതായത് പൈസ കൊടുക്കാൻ വേണ്ടി പള്ളി കമ്മിറ്റിയിലേക്കാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ കയ്യിലാണെങ്കിൽ അങ്ങനെ പൈസ കൊടുക്കാൻ വേണ്ടി അവൻ പോകുന്ന ഓരോ പോക്കിനും, അതായത് ഓരോ ചവിട്ടടിക്കും അള്ളാഹു 10 നന്മകൾ എഴുതുകയും 10 തിന്മകൾ മായ്ച്ചു കളയുകയും ചെയ്യുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു നൽകുകയാണ്. മൂന്നാമത്തെ പ്രതിഫലം, ഈ മൃഗവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഉദ്ഹിയത്ത് അറുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഷെയർ ചേർന്നിട്ടുണ്ടോ, ഈ മൃഗവുമായി ബന്ധപ്പെട്ട് പറയുന്ന സംസാരം ഉണ്ടല്ലോ, ആ മൃഗത്തെ ഇന്ന് എവിടെയാ നമ്മുടെ പോത്തിനെ കെട്ടിയേ, നമ്മുടെ ഉദ്ഹിയത്ത് മൃഗത്തെ ആരാ ഇന്ന് വെള്ളം കൊടുത്തേ, അതിന് എത്ര രൂപയായി, ഇപ്പം നമ്മളിങ്ങനെ ആ മൃഗവുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില സംസാരങ്ങളുണ്ടോ, നാട്ടു സംസാരങ്ങൾ. ഓരോ സംസാരത്തിനും ഓരോ വാക്കിനും അള്ളാഹു തസ്ബീഹ് പറഞ്ഞ പ്രതിഫലം കൊടുക്കുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്താ പ്രതിഫലം! ഇതൊക്കെ നിസ്സാരമാണെന്നാണോ? കുറച്ച് ഇറച്ചി കഴിക്കാൻ വേണ്ടി നമ്മൾ പൈസ കൊടുക്കുന്നു, അങ്ങനെയൊന്നും കരുതരുത്. ഇത് നമ്മൾ ആഖിറത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നമ്മൾ ഇപ്പോഴേ ബാലൻസ് അക്കൗണ്ടിലേക്ക് നമ്മൾ നിറക്കുകയാണ്, നമ്മൾ ബാലൻസ് ആക്കി വെക്കുകയാണ്. വലിയ പ്രതിഫലമാണ്. ഇനി ഒരു മനുഷ്യൻ ഉദ്ഹിയത്ത് അറുക്കുമ്പോൾ അവനിക്ക് കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചര്യ പിൻപറ്റിയവനെ പോലെയാണ്. നബി തങ്ങളുടെ ചര്യ എന്നല്ല പറഞ്ഞു, ഇബ്രാഹിം നബിയുടെ ചര്യ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ഉദ്ഹിയത്ത് കർമ്മം എന്ന് പറഞ്ഞാൽ
സുന്നത്തു അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സുന്നത്താണ് ഈ ഒരു ഉദ്ഹിയ്യത്ത്, അതുകൊണ്ട് അതിനെ മുറുകെ പിടിക്കണേ. പിന്നെ അഞ്ചാമതായി ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം, ഒരു മനുഷ്യൻ ഈ ഉദ്ഹിയ്യത്ത് അറുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഉദ്ഹിയ്യത്തിൻ അറുക്കുന്ന സമയത്ത് അത് കാണാൻ, അതായത് ഇയാൾ പൈസ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇയാൾ ഷെയർ ചേർന്നിട്ടുണ്ട്, അപ്പോൾ ആ ഷെയർ ചേർന്ന അല്ലെങ്കിൽ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന ആ സ്ഥലത്തേക്ക് ഈ മനുഷ്യൻ പോവുകയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ ആ സ്ഥലത്തെത്തുന്നത് വരെ 7 ഭൂമിയും ഇവനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അപ്പോൾ ഇനി 6ാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് പല ആളുകളും ഉദ്ഹിയ്യത്ത് ചേരുമ്പോൾ ഈ വർഷം ഉദ്ഹിയ്യത്ത് ചേർന്നു, ചിലപ്പോൾ ഒരു മൃഗത്തെ വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു ഷെയർ ചേർന്നു, അടുത്ത വർഷവും ഷെയർ ചേരും, പിന്നത്തെ വർഷവും ഷെയർ ചേരും. എപ്പോഴും സ്വന്തത്തിന് വേണ്ടി മാത്രം ഷെയർ ചേരും. അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ മക്കളൊക്കെ ഉണ്ട്. അവർക്ക് സ്വന്തമായി ഒരു പക്ഷേ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. പൈസ ക്രയവിക്രയം ചെയ്യുന്നതൊക്കെ വീട്ടിലെ ഗൃഹനാഥനായ നമ്മളായിരിക്കും, പുരുഷനായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ വർഷം നമ്മൾ ഉദ്ഹിയ്യത്ത് അറുത്തിട്ടുണ്ട്, നമ്മുടെ പേരിൽ ഒരു ഉദ്ഹിയ്യത്ത് അറുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഷെയർ ചേർന്നിട്ടുണ്ട്. ഈ വർഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ മാറ്റി നിർത്തുക. നമുക്ക് ഏതായാലും പ്രതിഫലം കിട്ടും എന്ന് ഉറപ്പിച്ചിട്ട് നമ്മുടെ ഭാര്യയുടെ പേരിൽ ഉദ്ഹിയ്യത്ത് ചേരുക, അല്ലെങ്കിൽ മക്കളുടെ പേരിൽ ഉദ്ഹിയ്യത്ത് ചേരുക, അല്ലെങ്കിൽ വാപ്പയുടെ പേരിൽ ഉമ്മയുടെ പേരിൽ ഉദ്ഹിയ്യത്ത് ചേരുക. അപ്പോൾ അവർക്കും കൂടി ആ പ്രതിഫലം കിട്ടട്ടെ. അപ്പോൾ 6ാമതായി മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ അവൻ ഉദ്ഹിയ്യത്ത് അറുത്താൽ, അല്ലെങ്കിൽ 7 പേര് ചേർന്നിട്ടാണ് ഒരു മൃഗത്തെ അറുക്കുന്നത് എങ്കിൽ ആ 7 പേർക്കും ആ മൃഗത്തെ അറുക്കുന്ന സമയത്ത് ആ മൃഗത്തിൻ്റെ ആദ്യത്തെ തുള്ളി രക്തം ഭൂമിയിലേക്ക് വീഴുന്നതിന് മുമ്പ് അല്ലാഹു തആല അവൻ്റെ സകല പാപങ്ങളും പുറത്തു നൽകുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. എന്താ പ്രതിഫലം! ഈ ഒരു നന്മ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ നമ്മൾ നഷ്ടവാളികളിൽ പെട്ടുപോയില്ലേ? ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വലിയ അമലാണ് ഉദ്ഹിയ്യത്ത്. നിസ്കാരം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിസ്കരിക്കാം, നോമ്പ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം, ഖുർആൻ എപ്പോൾ വേണമെങ്കിലും ഓതാം, സ്വതക്ക എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം, ഉംറ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഹജ്ജ് അത് നമുക്ക് കഴിവുണ്ടെങ്കിൽ ചെയ്താൽ മതി, കഴിവുണ്ടെങ്കിൽ നമുക്ക് യാത്രയൊക്കെ ആയിട്ട് ചെയ്താൽ മതി. പക്ഷെ ഉദ്ഹിയ്യത്ത് അങ്ങനെയല്ല. ഒരു കുറച്ച് നിസാര പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സുന്നത്തായ അമലാണ്. ഹനഫി മദ്ഹബിലൊക്കെ ഇത് പൈസ ഉള്ളവൻ, കഴിവുള്ളവൻ നിർബന്ധമായും ചെയ്യണമെന്നാണ് മഹാനവറുകൾ പറയുന്നത്. ഈ 7ാമത്തെ പ്രതിഫലം പറയുന്നു, ഒരു മനുഷ്യൻ ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഷെയർ ചേർന്നിട്ടുണ്ടോ അവരുടെ ആ മൃഗത്തെ അറുക്കുന്ന സമയത്ത് ഈ മൃഗത്തിന് എത്രമാത്രം രക്തമുണ്ടോ ആ രക്തത്തെ തുള്ളികളാക്കിയിട്ട് ആ ഓരോ തുള്ളിയിൽ നിന്നും അള്ളാഹു ഓരോ മലക്കിനെ സൃഷ്ടിക്കുകയും ആ മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി ഇസ്തിഗ്ഫാർ പറയുകയും ചെയ്യുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുകയാണ്. എന്താ പ്രതിഫലം! നമ്മൾ വെറുതെ നിസ്സാരമായി കളയരുത്. ഈ ഒരു നന്മ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ അടുത്ത വർഷം നമ്മൾ ഈ നന്മ ചെയ്യാൻ ഉണ്ടാകുമോ ഇല്ലയോ നമുക്കറിയില്ല. 8ാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ദുന്യാവിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ശാരീരികമായ പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, അതുപോലെ വീട് സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ, മക്കളുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇങ്ങനെ ഈ ശൈത്വാൻ പരമായി, പിശാച് പരമായുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ, കണ്ണേറ്, സിഹർ, കരുനാക്ക്, കൊതി, അതൊക്കെ മാറാനുള്ള ഒരു വലിയ പോംവഴിയാണ് ഉദ്ഹിയ്യത്ത് അറുക്കുക, അല്ലെങ്കിൽ ആ ഉദ്ഹിയ്യത്ത് അറുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഷെയർ ചേരുക. എന്താ? നമ്മുടെ മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ മാറാൻ അത് ഖൈറാണ്. 9ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒരു മനുഷ്യൻ ഈ ഉദ്ഹിയ്യത്ത് അറുത്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വർഷത്തിൽ അവനെ ഉദ്ഹിയ്യത്ത് അറുത്തിട്ടുണ്ട്, ഒരു ആടിനെ അറുത്താലും മതി, അല്ലെങ്കിൽ കുറച്ച് പൈസയേ ഉള്ളൂ, അവൻ ആടിനെ വാങ്ങാനുള്ള പൈസയൊന്നുമില്ല, അവൻ എന്ത് ചെയ്തു? ഉള്ള പൈസ അത് കൊടുത്ത് ഒരു പോത്തിൽ, ഒരു മാടിൽ അവൻ ഷെയർ ചേർന്നിട്ടുണ്ട് എങ്കിൽ അവൻ ഖബറിൽ നിന്നും എഴുന്നേൽക്കുന്ന സമയത്ത് ഈ മൃഗം അവിടെ കാത്തു നിൽക്കും. എന്നിട്ട് അവനെയും പുറത്ത് കയറ്റി ബുറാക്ക് എന്ന് പറയുന്ന വാഹനത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിച്ചു പോകുമെന്നാണ് ഉലമാക്കൾ പറയുന്ന മറ്റൊരു അഭിപ്രായം. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ വരെ ഈ ഒരു അമൽ നമുക്ക് കാരണമാകുമെന്നാണ്. അപ്പം അത്രമാത്രം പ്രതിഫലമാണ് ഈ ഒരു നന്മ നമുക്ക് ചെയ്താൽ കിട്ടുന്നത്. ഇനി 10ാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്തായ അമലാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയും. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്യാൻ പറ്റിയ ഒരു അമലാണ്, സുന്നത്തായ അമലാണ്. നബി തങ്ങളുടെ ഒരു ഹദീസുണ്ട്, മൻ തമസ്സക ബി സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തു ഷഹീദ്. ഒരു മനുഷ്യൻ
എൻ്റെ ഉമ്മത്ത് ഫസാദായി പോകുന്നത്, അതായത് അവസാന നാളുകളിൽ, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ 100 ഷഹീദിൻ്റെ ശുഹദാക്കളുടെ രക്തസാക്ഷികളുടെ കൂലിയാണ്. ഇത് എത്രയോ സുന്നത്തുകളാണ് നമ്മൾ നിസ്സാരമായി കാണുന്നത്. ഇപ്പോൾ എത്രയോ ആളുകൾ ഉളുഹിയത്ത്, അതൊക്കെ ഇപ്പോൾ ഇറച്ചി കിട്ടാനില്ല, ഇറച്ചിയൊക്കെ നമ്മുടെ വീട്ടിൽ വന്നോളും, നമ്മുടെ മഹലിൽ ഇറക്കുന്നുണ്ട്, ചേട്ടൻ ഇറക്കുന്നുണ്ട്, അനിയൻ ഇറക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു അമലിൽ ചേർന്നില്ല, അതായത് നമ്മൾ നിസ്സാരമായി കളഞ്ഞു. ഇവിടെയാണ് നബിതങ്ങൾ പറഞ്ഞത്, മൻ തമസ്സക ബി സുന്നത്തി, എൻ്റെ സുന്നത്തിന് മുറുകെ പിടിച്ചാൽ അവനിക്ക് 100 ഷഹീദിൻ്റെ പ്രതിഫലമാണ്, 100 ശുഹദാക്കളുടെ പ്രതിഫലമാണ്. അതുകൊണ്ട് ഈ ഒരു നന്മ ആര് മുറുകെ പിടിക്കുന്നോ, ആരൊക്കെ ഷെയർ ചേർന്നിട്ടുണ്ടോ, സാമ്പത്തികമായി നമുക്ക് കഴിവുണ്ടെങ്കിൽ ചേർന്നാൽ മതി. കഴിവുണ്ടായിട്ടും മാറി നിൽക്കുന്നവർക്കാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. 2500 രൂപ പോവില്ലേ, 9000 പോവില്ലേ, 10000 പോവില്ലേ എന്ന് ചിന്തിച്ച് നിൽക്കും. അപ്പോൾ ഈ ഒരു പ്രതിഫലം, 100 ശുഹദാക്കളുടെ രക്തസാക്ഷികളുടെ പ്രതിഫലം ഈ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന ഓരോ മനുഷ്യനുമുണ്ട് എന്ന് മറന്നു പോവണ്ട. പിന്നെ 11ാമത്തെ പ്രതിഫലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബിമാർ ചോദിച്ചു, മാലനാ ഫിൽ ഉദ്ഹിയ്യ, നബിയെ ഈ ഉദ്ഹിയ്യത്ത് അറുത്ത എന്താ നമുക്ക് കൂലി കിട്ടുക? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ ഹസന, ആ മൃഗത്തിന് എത്രമാത്രം രോമങ്ങളുണ്ടോ, എത്രമാത്രം മുടികളുണ്ടോ അതിനനുസരിച്ച്, ഓരോ മുടിക്കനുസരിച്ചും 10 നന്മകൾ നിങ്ങൾക്ക് എഴുതും, 10 തിന്മകൾ നിങ്ങൾക്ക് മായ്ച്ചു നൽകും, 10 ദറജകൾ സ്വർഗത്തിൽ ഉയർത്തി നൽകും. ഈ 10 ദറജ ഉയർത്തണമെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ കടക്കണ്ടേ? അപ്പോൾ എന്ത് മനസ്സിലായി? സ്വർഗത്തിൽ കടക്കുമെന്നുള്ള ഒരു മുൻകൂർ ജാമ്യം നമുക്ക് കിട്ടുകയാണ്. 12ാമത്തെ പ്രതിഫലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലിമു ളുഹായാക്കും ഫഇന്നഹാ അല സുറാത്തി മത്വായാക്കും, ഈ ഒരു ഉദ്ഹിയ്യത്ത് മൃഗത്തെ നിങ്ങൾ ബഹുമാനിക്കണേ, ഒന്ന് ആദരിച്ചേക്കണേ. സാധാ മൃഗം പോലെയല്ല, സാധാ മൃഗത്തെ കാണുന്നത് പോലെയല്ല, കാണുമ്പോൾ നിങ്ങൾ തക്ബീറും ചൊല്ലണം, അത്രമാത്രം സുന്നത്താൻ. ആ തക്ബീർ ചൊല്ലുന്ന, കണ്ടാൽ ബഹുമാനിക്കേണ്ട ആ ഉദ്ഹിയ്യത്ത് മൃഗം, അത് നിങ്ങൾക്ക് വിചാരണക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ സിറാത്ത് പാലത്തിൻ്റെ അവിടെ ഈ മൃഗം വന്ന് നിൽക്കും. എന്നിട്ട് ഉദ്ഹിയ്യത്ത് ആരാണോ അറുത്തത് അവനെ പുറത്ത് കയറ്റി ഇത് വേഗത്തിൽ, മിന്നലിൻ്റെ വേഗത്തിൽ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 13ാമത്തെ പ്രതിഫലം, ആരെങ്കിലും ഒരു നല്ല നീയത്തിൽ ഈ ഉദ്ഹിയ്യത്ത് അറുത്ത് കഴിഞ്ഞാൽ കാനത്ത് ലഹു ഹിജാബ മിനന്നാർ, നരകത്തിൽ നിന്നും മറയാൻ, മറ എന്ന് പറഞ്ഞാൽ ഒരു മറ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അപ്പുറം നമുക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നതുപോലെ കണ്ണുകൊണ്ട് നരകം കാണാൻ പറ്റാത്ത അവസ്ഥയിൽ അള്ളാഹു മറയിടുന്നതാണ്. 14ാമത്തെ പ്രതിഫലം, മീസാൻ എന്ന തുലാസുണ്ട്. നബി തങ്ങളുടെ ഹദീസിൽ കാണാം, അമ്മാ ഇന്നഹു യുജാഉ ബിദമിഹാ വലഹ്മിഹാ ഫഇന്നഹു ബിമീസാനിഹി 70 ളഅഫ. ഒരു മനുഷ്യൻ വിചാരണയ്ക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കും, പടച്ചോനെ എൻ്റെ അമൽ കുറഞ്ഞല്ലോ, ഞാൻ പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ഉദ്ഹിയ്യത്ത് അറുത്തവനാണെങ്കിൽ ആ മൃഗത്തെ അങ്ങോട്ട് കയറ്റി നിർത്തും പടച്ചോൻ. അതിൻ്റെ കൊമ്പുണ്ടാകും, അതിൻ്റെ വാലുണ്ടാകും, കുളമ്പുണ്ടാകും, അതിൻ്റെ രക്തവും മാംസവും എല്ലാം ഉണ്ടാകും. നോക്കുമ്പോൾ നല്ല ഭാരം, ഓരോ തുള്ളിക്കും 70 ഇരട്ടി പ്രതിഫലമായി അള്ളാഹു മീസാനിൽ വെക്കുമെന്നാണ്. ഇങ്ങനെ 14ഓളം പ്രതിഫലങ്ങൾ വാരിക്കോരി അള്ളാഹു നൽകുന്ന ഈ നന്മ ഈ ദുൽഖഅദ മാസം തീരാൻ പോകുന്നു, ദുൽഹിജ്ജ മാസം വരാൻ പോകുന്നു. നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. കഴിവുള്ള ആളുകൾ ഈ വർഷം തന്നെ ഈ നന്മ ചെയ്യുക, ഇല്ലാത്തവർ അടുത്ത വർഷം ചെയ്യുമെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. അല്ലാഹു തആല ഇതുപോലുള്ള നന്മകൾ ചെയ്ത് സ്വർഗത്തിൽ വേഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ ഇത്തരം വ്യത്യസ്തമായ ഒരുപാട് നന്മകൾ നിറഞ്ഞ, അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് എത്തിക്കുമ്പോൾ ഇത് കാണുകയും ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ കിട്ടാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് നന്മകളും സലാമത്തുകളും ബറക്കാത്തുകളും നൽകട്ടെ. ആരെല്ലാം എന്തെല്ലാം എവിടെ വെച്ചെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾ ശിഫയാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെയൊക്കെ മനസ്സറിയുന്നവനാണ്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ എല്ലാം അല്ലാഹു തആല മാറ്റി നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമ്മളെല്ലാവരും ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് സിഹിർ എന്നുള്ളത്. പലപ്പോഴും നമുക്ക് വലിയ പേടി ഉണ്ടാക്കുന്ന, ഭയമുണ്ടാക്കുന്ന ഒരു വാക്കാണ്. മാത്രമല്ല അത് ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു മനുഷ്യന് സിഹിർ ബാധിച്ചിട്ടുണ്ട് എന്ന് 7 ലക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരാൾ സിഹിർ ചെയ്യുന്നവനാണെന്ന് 6 ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാനും പറ്റും. അതേതൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് വിശദമായി ചർച്ച ചെയ്ത ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു.
ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സിഹിറുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും, ഏകദേശം എല്ലാ കാര്യങ്ങളും അത് ബാത്തിലാക്കാൻ എന്തൊക്കെ ചെയ്യണം, സിഹിറുള്ള ആളുകളെ എങ്ങനെ തിരിച്ചറിയാം, സിഹിർ ബാധിക്കപ്പെട്ടിട്ടുള്ളവരുടെ അടയാളങ്ങൾ എന്തൊക്കെ എന്നൊക്കെ വിശദമായി പറഞ്ഞിട്ടുള്ള ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.